ഞങ്ങളുടെ ഇവിടെ സമ്മറൊക്കെ തീരാറായിട്ടോ. ഓട്ടത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങി. നല്ല മഴ, ചെറിയ തണുപ്പ്. ഇപ്പോൾ ഈ 37 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരം ചൂടുള്ള ഒരു സമയത്തൊന്ന് ഈ മഴ പെയ്യുമ്പോൾ ഐ എം വെരി ഹാപ്പി. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സമ്മർ തീരാറായെന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം കൂടിയുണ്ട്. പക്ഷേ സമ്മർ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വർഷം. യൂറോപ്പിൽ മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് വന്നപ്പം ഇന്ന് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. കാര്യം പാവലില്ല. ഞങ്ങൾക്കൊരു വെഡ്ഡിങ് വരുന്നുണ്ട്. അപ്പം നമ്മൾ പാവൽ നേരത്തെ പോയി. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് ഹിം ലേറ്റർ ദിസ് വീക്ക്. എൻ്റെ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അത്ര വ്ളോഗ്സൊന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് വെഡ്ഡിങ്ങിൽ അവർക്ക് ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ട്രാവൽ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സൂൺ തന്നെ, പോളണ്ടിലേക്കുള്ളത്. അങ്ങനെ ഓഫീസിൽ നിന്ന് വന്നു. നല്ല ടയർഡായിരുന്നു. രാവിലെ പോയതാണ്. ഇപ്പം ഞാൻ ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും ഓഫീസിൽ പോകുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഡോക്ടർ അൽത്തിയുടെ മേക്കപ്പ് റിമൂവറില്ലേ, ആ ബാമില്ലേ, ആ ബാം യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ മുഖം ഒന്ന് മസാജ് ചെയ്യും. ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര മേക്കപ്പ് ഇടാറില്ല. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്, വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോകുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അപ്പോൾ ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മസ്കാര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഐ ഷാഡോയും. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്താലോ അല്ലെങ്കിൽ കൺസീലർ യൂസ് ചെയ്താലോ ഇല്ലെങ്കിലോ മുഖം പ്ലെയിൻ ആയിട്ടിരിക്കുവാണെങ്കിലോ ഞാൻ ഈ ഒരു മസാജ് ചെയ്യാറുണ്ട് എൻ്റെ മുഖം. അതിന് ശേഷം ഞാനത് കഴുകി കളഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ നോൺ പെർഫ്യൂംഡ് ആയിട്ടുള്ള പ്യൂരിമെറ്റിൻ്റെ ലിക്വിഡ് ഷവർ ജെൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്യും. അപ്പം ഫ്രഷനപ്പ് ആവണേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ഇനിയിപ്പം കുക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ദേഹത്തേക്ക് മണം നല്ലപോലെ സ്പ്രെഡാവും. ഇവിടെ കുക്കിംഗ് ചെയ്ത് ഇന്ത്യൻ ഫുഡ് എസ്പെഷ്യലി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദേഹത്ത് ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഇതൊരു ചെറിയ വീഡിയോ ആട്ടോ. കാര്യം കുക്കിംഗ് വീഡിയോ ആയിട്ട് ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നൊന്നുമില്ല. ഒരു ചെറിയ ചെമ്മീൻ ചോറുണ്ടാക്കാമെന്ന് കരുതി. എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ടേ ചെമ്മീൻ കറിയും ചെമ്മീൻ ഉണ്ടാക്കിയതും തക്കാളിയും എല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാസ്മതി അരി ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ച് കുക്ക് ചെയ്ത് അങ്ങ് പുറത്തേക്ക് വരും. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വെച്ച്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈസി റെസിപ്പിയാണ്. അപ്പോൾ അത് ഒറ്റ വിസിലടിച്ചാൽ സംഭവം റെഡിയാവും. എനിക്ക് അധികം നേരം അടുക്കളയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് പാവലില്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വലിയ കാര്യമൊന്നുമില്ല കുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ച നമുക്ക് നല്ലൊരു ആഴ്ചയായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീക്കെൻഡിലെ വ്ളോഗ് മുടങ്ങിയത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡാഡ് നമ്മളെല്ലാം വിട്ടുപോയി. അതുകൊണ്ട് അത്ര നല്ല മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ നൈറ്റ് വളരെ സിമ്പിൾ റൊട്ടീനിലേക്ക് കടന്നു. ഞാൻ മോർണിംഗിൽ ഡോക്ടർ അൽത്തിയുടെ 345 ക്രീമും ഈവനിങ്ങിൽ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് തന്നിട്ടുള്ള ഹൈഡ്യൂൻ്റെ PM ക്രീമുമാണ് ഞാൻ പറ്റുന്നത്. ഇത് ഹൈഡ്യൂൻ്റെ ക്രീമിൽ ഒട്ടും ഒരു എഫക്റ്റും അങ്ങനെയൊന്നുമില്ല. പക്ഷേ മുഖം നല്ലപോലെ കാമാക്കും, സ്കിന്നെ കാമാക്കും. ഞാൻ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവരവരുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അത് ട്രൈ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. അവരെന്ത് തരുന്നോ നിങ്ങളുടെ സ്കിന്നിന് അതാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഐ ഹാവ് ടു ടെൽ യു ഗൈസ്, നിങ്ങൾ ഇപ്പം എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുണ്ടാവും എൻ്റെ റൈറ്റ് ചീക്കിലൊരു പിമ്പിൾ ഉണ്ടായിരുന്നു. ആ പിമ്പിൾ ഇങ്ങനെ മാറാതെ നിൽക്കുമായിരുന്നു. ആൻഡ് ഇപ്പോൾ ആ 345 ക്രീം തേച്ചിട്ട് പിന്നെ ഈ രാത്രി ഈ സൂതിങ് ക്രീമും തേച്ച് അത് മാർക്കേ ഉള്ളൂ. അതിനകത്തേക്കുള്ള ആ സിസ്റ്റിക് നേച്ചറൊക്കെ പോയി. 2 വർഷമായിരുന്ന ആ ഒരു പിമ്പിള് അത് വാനിഷായി എന്നുള്ളതാണ്. സോ 345 ക്രീം ഇതെൻ്റെ 2ാമത്തെ ട്യൂബാണ്. ഓൾമോസ്റ്റ് തീരാറാവണത്. അങ്ങനെ ഈ ഹൈഡിയുടെ മോയ്സ്ചറൈസർ വെച്ച് നല്ലപോലെ മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ലിനാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്ലീപ്പ് മാസ്ക് ഫോർ ലിപ്പ് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പകൽ സമയത്ത് ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ലിനാഷിൻ്റെ തന്നെ ലിപ്പ് ബാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വാനിലയുടെ ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് ബിക്കോസ് അതിനത്ര സ്മെല്ലില്ല. എനിക്ക് ബാക്കിയുള്ളതിന് നല്ലതാണ് വേറെ ഫ്ലേവേഴ്സൊക്കെ, പക്ഷേ എനിക്ക് എൻ്റെ സ്മെല്ലിനേക്കാളും വാനിലയാണ് ഒട്ടും സ്മെല്ലില്ലാത്തൊരു രീതിയിൽ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ഈ സ്ലീപ്പ് മാസ്ക് രാത്രി ചുണ്ടിൽ തേക്കും.
ആൻഡ് ഐ നെവർ ഹാഡ് ദിസ് ഹാബിറ്റ് ഇൻ മൈ ലൈഫ്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ലിപ്പിന് സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഹൈഡ്രേറ്റ് ആവാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തേക്കുവാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.